പുടിൻ ട്രംപ് കൂടിക്കാഴ്ച വലിയ മാധ്യമ ശ്രദ്ധ നേടി. ലോകം മുഴുവൻ ചർച്ച ചെയ്തു. ഇപ്പോഴും കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും ചർച്ചകളും തുടരുകയാണ്. പാരമ്പര്യ വൈരികളായ US-ഉം റഷ്യയും ഒന്നിച്ചതോടെ അധികാര സമവാക്യങ്ങൾ മാറുമെന്നാണ് വിലയിരുത്തൽ. കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കാര്യമായ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ട്രംപ് അതിന് വലിയ പ്രാധാന്യം നൽകിയില്ല എന്ന് വേണം കരുതാൻ. പന്ത് യുക്രൈൻ്റെയും സെലൻസ്കിയുടെയും അടുത്തേക്ക് തട്ടിയിട്ട് ട്രംപ് തടിയൂരി. ഇപ്പോഴിതാ സെലൻസ്കിക്ക് ഇരട്ട പ്രഹരം നൽകിയിരിക്കുകയാണ് ട്രംപ് പൂർണ്ണമായി സെലൻസ്കിയെയും യുക്രൈനെയും കൈയൊഴിയുന്നു എന്ന് വേണം കരുതാൻ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ട്രംപിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോഴാണ് ട്രംപ് വെടിപൊട്ടിച്ചത്. യുക്രൈന് മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ലെന്ന സൂചന നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ്. 2014 റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രൈമിയ തിരിച്ചു നൽകുന്നതും ചർച്ചയാക്കില്ലെന്ന് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂ സോഷ്യലിൽ കുറിച്ചു. അതിനിടെ ട്രംപ് മുൻകൈയെടുത്ത് നടക്കുന്ന റഷ്യ യുക്രൈൻ സമാധാന കരാർ ചർച്ചകൾക്കായി സെലൻസ്കി US-ലെത്തി. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി 10:45 വൈറ്റ് ഹൗസിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കിയെ ട്രംപ് ധരിപ്പിക്കും. പുടിൻ്റെ ആവശ്യങ്ങൾക്ക് സെലൻസ്കി വഴങ്ങിയാൽ 3.5 വർഷമായി തുടരുന്ന യുദ്ധത്തിന് വിരാമമാകും. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടെന്നും സമാധാനം നിലനിൽക്കണമെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു. ട്രംപിനൊപ്പം യൂറോപ്പിൽ നിന്നുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് സെലൻസ്കി പറഞ്ഞു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാവും യൂറോപ്പിൽ നിന്നുള്ള നേതാക്കളുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ തുടങ്ങിയവരാണ് സെലൻസ്കിയുമായി ചർച്ച നടത്തുക. സമാധാന കരാറിൻ്റെ ഭാഗമായി US-ഉം യൂറോപ്പും യുക്രൈന് സുരക്ഷ നൽകുന്നതിൽ വിരോധമില്ലെന്ന് റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം യുക്രൈൻ്റെ നാറ്റോ പ്രവേശനത്തെ പുടിൻ എതിർത്തിരുന്നു. ഇതായിരുന്നു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണവും. എന്നാൽ മുമ്പ് റഷ്യൻ അധിനിവേശത്തിൽ പ്രദേശം നഷ്ടമായതുപോലെ ഇക്കുറി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയും സെലൻസ്കി നൽകിയിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ച റഷ്യ തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. സെലൻസ്കിയുമായുള്ള ട്രംപിൻ്റെ കൂടിക്കാഴ്ച അതിനിർണായകമാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാവും ട്രംപ് പുടിൻ ചർച്ചയുടെ 2ാം ഘട്ടത്തെക്കുറിച്ച് തീരുമാനമുണ്ടാകുക. അടുത്ത ചർച്ചയ്ക്ക് ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് പുടിൻ അലാസ്കയിൽ നിന്ന് മടങ്ങിയത്.